യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമ്മോടൊപ്പമുള്ളത്. ഇന്നിപ്പോൾ പുതിയ ഈ ഒരു വിവാദത്തിൽ പല രാജ്യങ്ങളിലേക്കുമൊക്കെ പോവുകയാണ്. ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? ഒന്ന്, സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ സന്തോഷമുളവാകുന്ന ഒരു ദിവസമാണിത്. കാരണം രണ്ട് രാജ്യം ഉണ്ടായിരിക്കുന്നു. ആരോപണ വിധേയനായ അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശ്രീ സിദ്ദിഖ് രാജിവെച്ചു. അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശ്രീ രഞ്ജിത്തും രാജിവെച്ചു. ഇനി രാജിവെക്കേണ്ടത് ഈ ധാർമ്മികത, മൂല്യബോധം, അതുപോലെ തന്നെ ഉളുപ്പ്, ഏറ്റവും ചുരുങ്ങിയത് ഉളുപ്പ് തുടങ്ങിയ വാക്കുകളുടെ ഏതെങ്കിലും അടുത്തുള്ള പഞ്ചായത്തിലൂടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ സാംസ്കാരിക മാലിന്യമായി മാറിയിരിക്കുന്ന ശ്രീ സജി ചെറിയാൻ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനായിട്ടുള്ളൊരു തീരുമാനം കൂടി എടുക്കണം. ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ഭയമാണ്. താൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അത് പുറത്തേക്ക് വരുന്നില്ല, ചില ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. ഭയമാണ് എന്നാണ് പറയുന്നത് മന്ത്രി. അദ്ദേഹത്തിന് എന്തിനെങ്കിലും ഭയം ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഭരണഘടനയെ ഭയമില്ല. നമ്മളെല്ലാം ഭരണഘടനയോട് ഭയവും വിധേയത്വവും കൂറും ഉള്ള ആളുകളാണ്. അത് വെറും കുന്തവും കുടച്ചക്രവുമാണെന്ന് പറയുന്ന മന്ത്രിക്ക് എന്തിനെങ്കിലും ഭയം ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ അത് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഒരു സെൽഫ് ഓഡിറ്റിന് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ആരോപണ വിധേയന് വേണ്ടിയിട്ട് ആരോപണ വിധേയൻ കാണിക്കുന്ന ധാർമ്മിക മൂല്യം പോലും ഇല്ലാതെ മന്ത്രി പറയുകയാണ് അദ്ദേഹം അതുല്യ കലാകാരനാണ്, അമൂല്യ കലാകാരനാണ്, സംവിധായകനാണ്, കുന്തമാണ്, കുടച്ചക്രമാണെന്നൊക്കെ ഒരു മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിയുടെ ഉളുപ്പിൻ്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞ വിവരം, റിപ്പോർട്ടർ ചാനൽ പറഞ്ഞൊരു വിവരം വളരെ ഗുരുതരമാണ്. ശ്രീ രഞ്ജിത്ത് പറയുന്നത് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയപ്പോൾ മുതൽ വലിയ കോക്കസ് അദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. ആ കോക്കസ് ആണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പിന്നെയും കിട്ടുക മറ്റൊരു സഖാവിനായിരിക്കുമല്ലോ. അപ്പോൾ CPM തന്നെ ഇത്തരത്തിലുള്ളൊരു ചെയർമാൻഷിപ്പിലിരിക്കുന്ന ആൾക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് CPM സഹയാത്രികനും അവർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ആളുമൊക്കെ പറയുമ്പോൾ എത്രമാത്രം മലീമസമാണ് CPMന്റെ രാഷ്ട്രീയമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തെറ്റും ശരിയും ഒക്കെ ബോധ്യപ്പെടണമെങ്കിൽ ഒരു കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ആവശ്യമാണ്. ഒരു സംസ്ഥാനത്തെ മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ കോടതി മേൽനോട്ടം വഹിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണം. കാരണം സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കേണ്ടവർ ഇനി ഒരുപാട് പേരുണ്ട്. ആ സംരക്ഷിക്കേണ്ട ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നതന്മാരുമാണ്. അപ്പോൾ അതുകൊണ്ട് പവർ ഗ്രൂപ്പ് മിനിസ്ട്രിയായി മാറിയിരിക്കുന്ന പിണറായി വിജയൻ മിനിസ്ട്രി, ആ മിനിസ്ട്രിയുടെ കീഴിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന IPS വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയത്തെപ്പറ്റി വിശദമായി അന്വേഷിച്ച്, കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അത് കലാപരമായാലും തൊഴിൽപരമായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിലൊന്നാണ് മലയാള സിനിമ ഇൻഡസ്ട്രി. അതിനകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും കുറ്റക്കാരാണ് എന്നൊരു കൺക്ലൂഷനിലാണ് ഇപ്പോൾ പൊതുസമൂഹം നിൽക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാകണം. കുറ്റക്കാർ മാത്രം പുറത്തേക്ക് വരികയും ബാക്കിയുള്ള ആളുകൾക്ക് ആ ഇൻഡസ്ട്രിയിൽ സ്വസ്ഥമായി സ്വതന്ത്രമായി സ്വാഭിമാനത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തീർപ്പുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകില്ല. അതുകൊണ്ട് തുടർ സമരങ്ങൾ, ഇപ്പോൾ തന്നെ ഈ ശ്രീ രഞ്ജിത്തിൻ്റെ രാജിയിലേക്ക് കലാശിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ സമരമാണല്ലോ, ഞങ്ങളുടെ നിരന്തരമായ ഇടപെടലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായിട്ടും ഈ വിഷയത്തിനകത്ത് സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഈ വിഷയത്തിനകത്ത് നീതി ഉണ്ടാക്കും. ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. സിനിമയിലെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യണം, അത് നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ അതിപ്പോൾ വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയെ വെച്ച് തന്നെ ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയുന്നു. ഇത്രയും നാണമില്ലാത്ത ആളുകൾ നാട്ടിൽ ഇന്നുണ്ടായാലും, ഇപ്പം ഇന്ന് ഞാൻ കണ്ടു ശ്രീ രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ 1-2 പ്രമുഖർ ഇത് പിണറായിയുടെ വിജയമാണെന്ന് പറയുന്നത്. ഇത്തരക്കാർ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടാതെ നിൽക്കുന്നതും പിണറായി സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ തെളിവാണ് എന്ന് പറയുന്ന അല്പന്മാരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യം എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 28 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലെ ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കുവാൻ റിപ്പോർട്ട് ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടോന്നാ. ഈ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തും ഒരു പ്രധാനപ്പെട്ട യുവനടി സഞ്ചരിക്കുന്ന കാറിനകത്ത് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണല്ലോ ഈ മലയാള സിനിമ ഇൻഡസ്ട്രി അന്ന് വരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖനായ നടൻ, ആ നടൻ്റെ വിഷയത്തിനകത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നത്, ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നത്. ആ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നതിനകത്ത് ശ്രീ PT തോമസിൻ്റെ സമ്മർദ്ദം, പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം, മാധ്യമങ്ങളായി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മർദ്ദം, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ അന്നത്തെ മാനേജ്മെൻറ്റ് അടക്കമുള്ള ആളുകൾ ഇറങ്ങി നിന്ന് പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തൊരു വിഷയമാണ് ഈ വിഷയം. അതിനകത്ത് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റി വരുന്നത്. സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാക്കുമ്പോൾ അതിന്മേൽ നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല.
സംസ്ഥാന സർക്കാരിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിൽ പരിപൂർണ്ണ പരാജയമാണ്. ഇപ്പോൾ രഞ്ജിത്തിനെ പുറത്താക്കിയോ, രാജി ചോദിച്ചു വാങ്ങിയോ? ഇല്ല. പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ശ്രീ രഞ്ജിത്തിന്റെ ധാർമ്മിക ബോധ്യത്തിൽ നിന്നാണ് അയാൾക്ക് രാജിവെക്കേണ്ടി വരുന്നത്, സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട്. അവിടെ സംസ്ഥാന സർക്കാരിന് ധാർമ്മികത എന്ന് പറയുന്നൊന്നുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ 5 വർഷം മുൻപ് കിട്ടിയ ഹേമ കമ്മിറ്റിയുടെ മുകളിൽ, റിപ്പോർട്ടിന്റെ മുകളിൽ അടയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ഈ വ്യാജ അവകാശവാദങ്ങളുടെയും ക്രെഡിറ്റുകളുടെയും പിന്നാലെ പോയാതെ നടപടികൾ, തീരുമാനങ്ങൾ, തീർപ്പുകൾ അതുണ്ടാകാതെ ഇങ്ങനെ ഈ വ്യാജ നിർമ്മിതികൾ ഇങ്ങനെ അഭിരമിക്കുക എന്ന് പറഞ്ഞാൽ അല്പത്തരാണ്. അതൊരു കൃത്യമായൊരു പോലീസ് അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണം. എന്താ സംശയമുള്ളത്? അതും ഏതെങ്കിലും ഒരു SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം കൊണ്ട് ഈ വിഷയത്തിനകത്ത് തീർപ്പുണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. കാരണം ഇതിൻ്റെ ക്രൈം ഒക്കറൻസിൻ്റെ പ്ലേസ് പല സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിനകത്ത് സംസ്ഥാനത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇടപെടുവാൻ കഴിയുന്ന ഏറ്റവും ഉന്നതയായ വനിതാ IPS ഉദ്യോഗസ്ഥ. കാരണം ഇതിനകത്ത് വനിതാ IPS ഉദ്യോഗസ്ഥ വേണമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നത് ഇതിനകത്ത് അതിജീവിതമാർ പലരും പുറത്ത് വന്ന് പറയാൻ ഭയക്കുകയാണ് ഈ സർക്കാരിൻ്റെ സമ്മർദ്ദം കാരണം. അപ്പം പുറത്ത് പറയുന്ന ആളുകൾക്ക് നേരെ തന്നെ എന്തോരം വലിയ സ്ലട്ട് അബ്യൂസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമത്തിൽ. ആ സ്ലട്ട് അബ്യൂസ് നടത്തുന്നതാരാ? പിണറായി വിജയണ്ട, മാസ്ഡ, ഇരട്ടച്ചങ്കണ്ട എന്ന് പറയുന്ന അതേ ഇടത് പ്രൊഫൈലുകളാണ് ഈ അതിജീവിതമാർ ആരോപണം ഉന്നയിക്കുമ്പോൾ അവരെ ലക്ഷ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ, കറപ്ഷൻലെസ് ആയിട്ടുള്ള, മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലൂടെ മാത്രമേ ഇതിനകത്ത് തീർപ്പുണ്ടാകുകയുള്ളൂ. അതും കോടതി മേൽനോട്ടത്തിൽ. അതല്ല എങ്കിൽ ഇവർ ഇതിനകത്ത് വെള്ളം ചേർക്കും. ഇപ്പം തന്നെ ഈ സമയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയം കൊടുക്കുന്നത് ദാറ്റ്സ് എ ബ്രീത്തിങ് ടൈം. ഈ കൾപ്രിറ്റ്സ് ആയിട്ടുള്ള ഹണ്ടേഴ്സിന്, വേട്ടക്കാർക്ക്, ഇരകളുടെ മുകളിൽ, അതിജീവിതമാർക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുവാൻ, ഭയം ചെലുത്തുവാൻ ഉള്ള സമയമാണ്. ആ ബ്രീത്തിങ് ടൈമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കാതെ ഉള്ള അന്വേഷണമാണ് ആവശ്യം. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.